നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ ജില്ലകളും ജില്ലകളുടെ ആസ്ഥാനങ്ങളുമാണ്. ആദ്യമായി കേരളത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയുടെ ആസ്ഥാനം, ജില്ലാ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അടുത്തത് കൊല്ലം ആണ്. കൊല്ലം ജില്ലയുടെ ജില്ലാ ആസ്ഥാനം കൊല്ലം തന്നെയാണ്. അടുത്ത പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ജില്ലയുടെ ജില്ലാ ആസ്ഥാനം പത്തനംതിട്ട തന്നെയാണ്. അടുത്തത് കോട്ടയമാണ്. കോട്ടയം ജില്ലയുടെ ജില്ലാ ആസ്ഥാനം കോട്ടയം തന്നെയാണ്. അടുത്ത ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവാണ്. ശ്രദ്ധിക്കുക, കേരളത്തിൽ ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവാണ്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവാണ്. ഇത് ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്ത ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴയുടെ ജില്ലാ ആസ്ഥാനം ആലപ്പുഴ തന്നെയാണ്. അടുത്ത എറണാകുളമാണ്. എറണാകുളം ജില്ലയുടെ ജില്ലാ ആസ്ഥാനം എറണാകുളം തന്നെയാണ്. അടുത്തത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയുടെ ജില്ലാ ആസ്ഥാനം തൃശ്ശൂർ തന്നെയാണ്. അടുത്ത പാലക്കാടാണ്. പാലക്കാട് ജില്ലയുടെ ജില്ലാ ആസ്ഥാനം പാലക്കാട് തന്നെയാണ്. അടുത്തത് മലപ്പുറമാണ്. മലപ്പുറം ജില്ലയുടെ ജില്ലാ ആസ്ഥാനം മലപ്പുറം തന്നെയാണ്. കോഴിക്കോട് ജില്ലയുടെ ജില്ലാ ആസ്ഥാനം കോഴിക്കോട് തന്നെയാണ്. വയനാട് ജില്ലയുടെ ജില്ലാ ആസ്ഥാനം കൽപ്പറ്റയാണ്. ശ്രദ്ധിക്കുക, വയനാട് ജില്ലയുടെ ജില്ലാ ആസ്ഥാനം കൽപ്പറ്റയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം വയനാട് ജില്ലയുടെ ആസ്ഥാനം കൽപ്പറ്റയുമാണ്. ഈ രണ്ട് ജില്ലകൾക്ക് മാത്രമേ ജില്ലാ ആസ്ഥാനങ്ങളിൽ വ്യത്യാസങ്ങൾ ഉള്ളൂ. അടുത്ത ജില്ല കണ്ണൂരാണ്. കണ്ണൂരിൻ്റെ ജില്ലാ ആസ്ഥാനം കണ്ണൂർ തന്നെയാണ്. അടുത്തത് 14ാമത്തെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡിൻ്റെ ജില്ലാ ആസ്ഥാനം കാസർഗോഡ് തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ജില്ലകൾക്ക് മാത്രമാണ് ജില്ലാ ആസ്ഥാനങ്ങളിൽ വ്യത്യാസമുള്ളത്. ഒന്ന് ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവാണ്. മറ്റൊന്ന് വയനാട് ജില്ലയാണ്. വയനാട് ജില്ലയുടെ ആസ്ഥാനം കൽപ്പറ്റയുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ കേരളത്തിലെ 14 ജില്ലകളും ആ ജില്ലാ ആസ്ഥാനങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.